നിയമസഭാ തെരഞ്ഞെടുപ്പ് യുഡിഎഫിന് കൂടുതൽ മാധുര്യമുള്ളതാകുമെന്ന് കെപിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞു. ജനശ്രീ സുസ്ഥിര വികസന മിഷൻ 20ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ മധുരമുള്ള വിജയമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യുഡിഎഫിന് ഉണ്ടാകുക എന്ന് കെപിസിസി പ്രസിഡന്റ് പറഞ്ഞു. ജനശ്രീ സുസ്ഥിര വികസന മിഷന്റെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കേട്ട ഗാനം മധുരമുള്ളവയാണ് എങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ കേൾക്കാനിരിക്കുന്ന ഗാനങ്ങൾ കൂടുതൽ മാധുര്യമുള്ളവയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനായി എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ. നിങ്ങൾ ജനശ്രീ പ്രവർത്തനത്തോടൊപ്പം തന്നെ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്നതിൽ ബദ്ധശ്രദ്ധരാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേർന്ന് ഈ 20ാം വാർഷിക സമ്മേളനം അഭിമാനത്തോടെ, ആശംസകളോടെ, പ്രതീക്ഷയോടെ, നന്ദിയോടെ ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ജനശ്രീ, ജയ് ഭാരത്. സംസ്ഥാന ചെയർമാൻ എം ഹസൻ അധ്യക്ഷനായി. ചലച്ചിത്ര താരം രമേശ് പിഷാരടി മുഖ്യാതിഥിയായി. ജനറൽ സെക്രട്ടറി BS ബാലചന്ദ്രൻ ജനശ്രീയുടെ അടുത്ത 10 വർഷത്തേക്കുള്ള നയരേഖ അവതരിപ്പിച്ചു. തൊഴിൽ രഹിതർക്ക് പരിശീലനവും തൊഴിലും നൽകുന്ന പരിപാടി, ജൈവകൃഷി, പരിസ്ഥിതി സംരക്ഷണം, സംഘടനാ രംഗത്തേക്ക് പുതിയ നേതൃത്വത്തിന് വഴിയൊരുക്കുന്നതടക്കമുള്ള 10 ഇനം നയരേഖയാണ് അവതരിപ്പിച്ചത്. ജില്ലാ ചെയർമാൻ N സുബ്രഹ്മണ്യൻ, മേരി കുര്യൻ, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K പ്രവീൺകുമാർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ, ബിജു കാവിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ ജനപ്രതിനിധികളെ അനുമോദിച്ചു. 9ാം ക്ലാസ് വിദ്യാർത്ഥി നിവേദ് K ശൈലേഷിന്റെ നോളജ് ആപ്പ് രമേശ് പിഷാരടി സ്വിച്ച് ഓൺ നിർവഹിച്ചു. ഗാന്ധി സ്മൃതിയിൽ കുമാരി സ്നേഹ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ജയശ്രീ സംഘാംഗങ്ങൾ കലാപരിപാടികളും അവതരിപ്പിച്ചു. ACV ന്യൂസ്, കോഴിക്കോട്.